ഗ്രീൻ റവല്യൂഷൻ ആൻഡ് സബ്സിഡീസ്. +1 ഹയർ സെക്കൻഡറി എക്സാമിനേഷന് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ഒരു എസ്സേ ക്വസ്റ്റ്യനാണ് ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്നത്. ഇമ്പാക്റ്റ് ഓഫ് 5 ഇയർ പ്ലാൻസ് ഏറ്റവും കൂടുതലായിട്ട് ഇമ്പാക്റ്റ് ഓഫ് 5 ഇയർ പ്ലാൻസിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് ഗ്രീൻ റവല്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. നമുക്ക് വിശദമായി ഗ്രീൻ റവല്യൂഷൻ എന്താണെന്ന് നോക്കാം. Green Revolution refers to a significant improvement in the production of the food grains resulting from the use of HYV seeds, especially for wheat and rice. അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ഇംപ്രൂവ് ചെയ്യിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഒരു വിപ്ലവമാണ്, അല്ലെങ്കിൽ ഒരു പരിഷ്കാരമായിരുന്നു ഹരിത വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയിലെ കാർഷികോൽപാദനം മെച്ചപ്പെടുത്തുന്ന രീതിയാണ് ഹരിത വിപ്ലവം എന്ന പേരിൽ അറിയപ്പെട്ടത്. The new agricultural strategy was adopted in 1964 to 65. 1964-65 കാലഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ളൊരു നവീനമായ കാർഷിക ആശയം ഇന്ത്യയിൽ നടപ്പിലാക്കിയതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ദ ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ ഇൻ ഇന്ത്യ ഇസ് കൺസിഡേർഡ് ആസ് ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ. എം.എസ്. സ്വാമിനാഥനാണ് ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് അറിയപ്പെടുന്നത് നോർമൻ ബോർലോഗാണ്. ഓക്കെ, ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ഒരു വൺ വേർഡ് ക്വസ്റ്റ്യനായി വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഡോക്ടർ എം.എസ്. സ്വാമിനാഥനാണ്. ഓക്കെ, ഹരിത വിപ്ലവത്തിൻ്റെ ഫീച്ചേഴ്സ് എന്തെല്ലാമാണ്, ഗ്രീൻ റവല്യൂഷൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? യൂസ് ഓഫ് HYV സീഡ്സ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, എന്താണ് ഈ HYV സീഡ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്? ഹൈ ഈൽഡ് വെറൈറ്റി ഓഫ് സീഡ്സിനെയാണ് HYV സീഡ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ്, യൂസ് ഓഫ് മോഡേൺ ഇംപ്ലിമെൻറ്റ്സ് ലൈക്ക് ട്രാക്ടർ, വാട്ടർ ആൻഡ് പമ്പ് സെറ്റ് എക്സെട്ര. ഇറിഗേഷൻ ഫെസിലിറ്റീസ്, അതായത് റെഗുലറായിട്ടുള്ള ജലപ്രയോഗം, കീടനാശിനികളുടെ ഉപയോഗം, അതുപോലെ തന്നെ രാസവളങ്ങളുടെ ഉപയോഗം, ഇതെല്ലാം തന്നെ ഹരിത വിപ്ലവത്തിൻ്റെ പ്രത്യേകതയായിരുന്നു എന്നാണ് പറയുന്നത്. Then easy availability of credit to the farmers at the low rate of interest. വളരെ ചുരുങ്ങിയ പലിശ നിരക്കിൽ ഫാമേഴ്സിന് എന്ത് കൊടുക്കുന്നു? ലോണുകൾ അവൈലബിൾ ആക്കി കൊടുക്കുന്നു. ഇപ്പോൾ ലോൺ അങ്ങനെ കിട്ടുമ്പോൾ ഫാമേഴ്സിന് എന്താവും, കർഷകർക്ക് എന്താവും, അതൊരു നേട്ടമായിരിക്കും അല്ലേ? കാരണം അവരുടെ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് അവർക്കുണ്ടാകുന്ന ചിലവുകളെയൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കിത് ഉപയോഗപ്പെടുത്താൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഇന്ത്യയിലെ ഗ്രീൻ റവല്യൂഷനെ നമുക്ക് 2 ഘട്ടങ്ങളാക്കി തരംതിരിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഒന്നാമത്തെ ഘട്ടം ആരംഭിക്കുന്നത് 1965 മുതൽ 75 വരെയുള്ള കാലഘട്ടത്താണ്. അത് പ്രധാനമായിട്ടും പഞ്ചാബ്, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ കേന്ദ്രീകരിച്ചിട്ടാണ് ഈ ഹരിത വിപ്ലവം ആരംഭിച്ചത് എന്നാണ് പറയുന്നത്. സെക്കൻഡ് ഫേസിൽ കുറച്ചുകൂടി ജില്ലകളെയും അതുപോലെ തന്നെ കുറച്ചുകൂടി സംസ്ഥാനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ വിപുലമായി 1975 മുതൽ 85 വരെയുള്ള കാലഘട്ടത്തിലാണ് ഹരിത വിപ്ലവത്തിൻ്റെ 2ാം ഘട്ടം ആയിട്ട് അറിയപ്പെടുന്നതെന്നാണ് പറയുന്നത്. സോ ദ പ്രൊഡക്ഷൻ ഹാപ്പൻസ് മെയിൻലി ഇൻ വീറ്റ്. ഗോതമ്പിൽ മാത്രമായിരുന്നു അവർ 2 പ്രൊഡക്റ്റുകളിലാണ്, 2 വിളകളിലാണ് കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്തത്. അതിൽ റൈസിലും വീറ്റിലുമാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. അതിലും പ്രധാനമായിട്ടും ഗോതമ്പിൽ മാത്രമാണ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വിമർശകരൊക്കെ പറയുന്നത് എന്താ, ഗ്രീൻ റവല്യൂഷൻ വിമർശിക്കപ്പെടുന്നത് ഇതൊരു ഗോതമ്പ് വിപ്ലവമായിരുന്നു എന്നാണ് വിമർശിക്കപ്പെടുന്നത്. ഗോതമ്പ് വിപ്ലവം, ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ വീറ്റ് റവല്യൂഷൻ. ഗോതമ്പ് വിപ്ലവമായിട്ട് ഗ്രീൻ റവല്യൂഷനെ താരതമ്യം ചെയ്യുന്ന ഒത്തിരി സൈദ്ധാന്തികർ നമ്മുടെ ചുറ്റും ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ,
എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഹരിത വിപ്ലവത്തിൻ്റെ മെറിറ്റ്സും അതുപോലെ തന്നെ ഹരിത വിപ്ലവത്തിൻ്റെ ഡീമെറിറ്റ്സുമാണ് ചോദിക്കാറുള്ളത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഹരിത വിപ്ലവത്തിൻ്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സുമാണ് ചോദിക്കുക. മിക്കവാറും എസ് ഐ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും: റൈറ്റ് മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് ഓഫ് ഗ്രീൻ റവല്യൂഷൻ ഓർ ഡിസ്കസ് മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് ഓഫ് ഗ്രീൻ റവല്യൂഷൻ. ഈ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം ഹരിത വിപ്ലവത്തിൻ്റെ മെറിറ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് അല്ലേ. 1, ഡ്രമാറ്റിക് ഇൻക്രീസ് ഇൻ ദ ഫുഡ് പ്രൊഡക്ഷൻ ആൻഡ് സെൽഫ് സഫിഷ്യൻസി. നമ്മളുടെ ഫുഡ് പ്രൊഡക്ഷനിൽ ഒരു വലിയൊരു വൻതോതിലുള്ള ഒരു വർധനവ് നമുക്ക് കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ സെൽഫ് സഫിഷ്യൻസി എന്ന് പറഞ്ഞു വെച്ചാൽ എന്താ, ഫുഡ് പ്രൊഡക്ഷനിൽ നമുക്കൊരു സ്വയം പര്യാപ്തത കൈവരിക്കാൻ സാധിച്ചു എന്നാണ് പറയുന്നത്. ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് ദ കൊമേഴ്ഷ്യൽ ക്രോപ്സ്, വാണിജ്യ വിളകളുടെ ഉൽപ്പാദനത്തിൽ വർധനവ് ഉണ്ടായി എന്നാണ് പറയുന്നത്. റിഡക്ഷൻ ഇൻ ദ പ്രൈസസ് ഓഫ് ഫുഡ് ഗ്രെയിൻസ്, ഒരുപാട് ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു. ഇൻക്രീസ് ഇൻ മാർക്കറ്റബിൾ സർപ്ലസ്, മാർക്കറ്റിൽ ഒരു മിച്ചോൽപാദനം ഉണ്ടാകുന്നത് കാരണമായി. It helped the government to create buffer stocks of food grains to be used during the time of food shortage. ഫുഡ് ഷോർട്ടേജ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബഫർ സ്റ്റോക്കുകൾ ഗവൺമെൻറ്റിന് ഒരുക്കാൻ വേണ്ടി സാധിച്ചു. ഇറ്റ് ഹെൽപ് ദ ഗവൺമെൻറ് ടു ഡിസ്ട്രിബ്യൂട്ട് ഫുഡ് ഗ്രെയിൻസ് ടു ദ പുവർ ത്രൂ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. PDS വഴിയൊക്കെ വളരെ വില കുറഞ്ഞ മട്ടിൽ ജനങ്ങൾക്ക് ഫുഡ് ഗ്രെയിൻസ് എത്തിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു 6 പോയിൻറ്റ് അതിൻ്റെ ഗ്രീൻ റവല്യൂഷൻ്റെ മെറിറ്റായിട്ട് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഈ 6 പോയിൻറ്റ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതിലേതെങ്കിലും 4 എഴുതിയാൽ മതിയായിരിക്കും കേട്ടോ. ഇനി ഡീമെറിറ്റ്സ് നമുക്ക് നോക്കാം. ഗ്രീൻ റവല്യൂഷൻ ബെനിഫിറ്റഡ് റിച്ച് ഫാമേഴ്സ് മോർ. വളരെ റിച്ച് ആയിട്ടുള്ള ഫാമേഴ്സിനെയാണ് ഗ്രീൻ റവല്യൂഷൻ ഏറ്റവും കൂടുതലായിട്ട് ബെനിഫിറ്റ് ചെയ്തത്. ദ പോസിബിലിറ്റി ഓഫ് അറ്റാക്ക് ഫ്രം ഇൻസെക്റ്റ് ആൻഡ് പെസ്റ്റ് ഇൻ മോർ ഇൻ HYV ക്രോപ്സ്. HYV ക്രോപ്സിൻ്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിച്ചുള്ള കൃഷി രീതിയുടെ ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് അത് പെട്ടെന്ന് കീടാക്രമണത്തിന് വിധേയമാകും എന്നതാണ്. ഇപ്പോൾ HYV ക്രോപ്സ് ആണ് നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നത്, ഗ്രീൻ റവല്യൂഷനിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ HYV ക്രോപ്സ് ഉപയോഗിച്ചുള്ള കൃഷി രീതിയിൽ ഇത്തരത്തിൽ പെട്ടെന്ന് കീടാക്രമണം വരാനുള്ള സാധ്യത കൂടുതലാണ്. ഹെവി യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ് കോസ്ഡ് പൊല്യൂഷൻ. നമ്മൾ അമിതമായ രീതിയിൽ കീടനാശിനികളും രാസവളങ്ങളും എല്ലാം ഉപയോഗിച്ചത് എന്തിന് കാരണമായി, മലിനീകരണത്തിന് കാരണമാകും എന്ന് കണ്ടെത്തി. ഇൻ ദ ഏർലി phase of production was concentrated wheat only. ആദ്യഘട്ടത്തിൽ കൂടുതലായിട്ടും വീറ്റിൽ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. ഇൻക്രീസ് ഇൻ ദ യൂസ് ഓഫ് മിഷനറി ഇൻവൈറ്റഡ് അൺഎംപ്ലോയ്മെൻറ്റ് ഇൻ ദ അഗ്രികൾച്ചറൽ സെക്ടർ. നമ്മൾ കൂടുതലായിട്ട് മിഷനറീസ് ഒക്കെ ഉപയോഗിച്ചു, അത് അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടാക്കുന്നതിനേക്ക് കാരണമായി എന്നാണ് പറയുന്നത്. അപ്പോൾ ദീസ് മെറിറ്റ് ആൻഡ് ഡീമെറിറ്റ്സ് ഓഫ് ഗ്രീൻ റവല്യൂഷൻ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കുക. ഇത്രയും പോയിന്റ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, മെറിറ്റും ഡീമെറിറ്റും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ മാർക്ക് എന്തായാലും കിട്ടും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്പെസിഫിക് ആയിട്ട് ഗ്രീൻ റവല്യൂഷൻ വന്ന കൊല്ലം ചിലപ്പോൾ എഴുതാൻ ഉണ്ടാവാറുണ്ട്. ഏത് വർഷമാണ് ഗ്രീൻ റവല്യൂഷൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയത്, ഒരു കൊല്ലം എഴുതാൻ വേണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടത് 1966 ഇന്ത്യയിൽ ആദ്യമായി ഹരിത വിപ്ലവം നടപ്പിലാക്കിയത് എന്ന് മനസ്സിലാക്കുക കേട്ടോ. 1966 ഇന്ത്യയിൽ ആദ്യമായിട്ട് ഹരിത വിപ്ലവം നടപ്പിലായത്. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന MS സ്വാമിനാഥനാണ്. യഥാർത്ഥത്തിൽ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് നോർമൻ ബോർലോഗാണ്. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്, MS സ്വാമിനാഥനാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സബ്സിഡിയാണ്. ഓക്കെ, സബ്സിഡി എന്താണ്, സബ്സിഡി എന്ന് നമുക്ക് പഠിക്കാനുണ്ട്. സബ്സിഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് എ ഫോം ഓഫ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് provided by the government or other organization to support particular industry, business or agricultural activity. So the goal is to create or help recipient to overcome the financial challenges, promote economic development and to achieve the special social environmental objectives.
ഇപ്പോൾ സബ്സിഡി എന്ന് പറയുന്നത് കൃഷി ചെയ്യുന്ന വ്യക്തികൾക്ക് ഒരുപാട് സബ്സിഡി കിട്ടിയിരുന്നു. അഗ്രികൾച്ചറൽ പ്രൊഡക്ഷനിൽ ഏർപ്പെടുന്ന വ്യക്തികൾക്ക് ഒരുപാട് സബ്സിഡി കിട്ടിയിരുന്നു. അത് മേ ബി അവർക്ക് ഉപകരണങ്ങൾ വാങ്ങിക്കാനോ അല്ലെങ്കിൽ വിത്തിനങ്ങൾ വാങ്ങിക്കാനോ ഒക്കെ വളപ്രയോഗം നടത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഈ സബ്സിഡി കിട്ടി കാണുന്നത്. ഈ സബ്സിഡി നല്ലതായിരുന്നോ ചീത്തയായിരുന്നോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ഡിബേറ്റ് ആ കാലഘട്ടത്തിൽ നടന്നിരുന്നു, ഒരു സംവാദം നടന്നിരുന്നു എന്നാണ് പറയുന്നത്. ആ സംവാദം ഏതൊക്കെയാണ്? ഡിബേറ്റ് ഓവർ സബ്സിഡി. attract people to the agriculture and allow them to purchase new agricultural input and encourage the farmers to try new methods in agriculture. സബ്സിഡി കൊടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ ജനങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ കൊടുക്കുന്ന പോലെയാണ്. കാരണം സബ്സിഡി കിട്ടും എന്നുള്ള ധാരണയിൽ കുറേ പേര് കൃഷി ചെയ്യാൻ വേണ്ടി വരും. അവർക്ക് വാങ്ങിക്കാൻ സാധിക്കാത്ത കുറേ സാധനങ്ങളൊക്കെ അവർക്ക് വാങ്ങിക്കാനൊക്കെ പറ്റും എന്നാണ് പറയുന്നത്. സബ്സിഡീസ് ആർ എസെൻഷ്യൽ ബിക്കോസ് അഗ്രികൾച്ചർ ഈസ് എ നോൺ പ്രോഫിറ്റ് മേക്കിംഗ് ബിസിനസ്. ഓക്കെ, ഇനി ആർഗ്യുമെൻറ്റ്സ് എഗെയിൻസ്റ്റ് ഇതിനെ എഗെയിൻസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. സബ്സിഡി വേണ്ട എന്ന് പറയുന്ന ആളുകളുടെ പോയിന്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. റിച്ച് ഫാമേഴ്സ് ആർ മോർ ബെനിഫിറ്റഡ് ഫ്രം സബ്സിഡീസ്. റിച്ച് ഫാമേഴ്സാണ് സബ്സിഡി കൊണ്ട് കൂടുതലായിട്ട് ബെനിഫിറ്റ് അനുഭവിക്കുന്നത്. ലോസ് ഓഫ് മണി ടു ഗവൺമെൻറ്റിന് ഇതൊരു ലോസ് ഓഫ് മണിയാണ്. സബ്സിഡീസ് മേക്ക് ദ ഫാമേഴ്സ് അൺഅവെയർ ഓഫ് ദെയർ റിയൽ വാല്യൂ റിസൾട്ടിങ് ഇൻ ദ വേസ്റ്റേജ് ഓഫ് റിസോഴ്സസ്. അപ്പോൾ ദീസ് ആർ ദ ആർഗ്യുമെൻറ്റ്സ് എഗെയിൻസ്റ്റ് ടു സബ്സിഡീസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഒരു കാര്യം ആലോചിക്കുക, നിങ്ങൾക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ചോദിക്കുന്നതിൽ ഇത്രയും ഭാഗങ്ങൾ, ആർഗ്യുമെൻറ്റ്സ് എഗെയിൻസ്റ്റ്, അതുപോലെ തന്നെ ആർഗ്യുമെൻറ്റ്സ് ഇൻ ഫേവർ ടു ദ സബ്സിഡീസ്, സബ്സിഡി എന്നാൽ എന്ത്, 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള എന്താണ് സബ്സിഡി, മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് സബ്സിഡി എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഗ്രീൻ റവല്യൂഷൻ എന്താണ് എന്നുള്ളതൊക്കെ എല്ലാ എക്സാമിനും സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഇപ്പോൾ ഗ്രീൻ റവല്യൂഷൻ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആയിരിക്കും, നാളത്തെ എക്സാമിന് വരാൻ സാധ്യതയുള്ള ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഇത് ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.